എല്ലാവരെയും എൻ്റെ ഈ മോണ്ടിസോറി ട്രെയിനിങ് മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ ഈ ചാനലിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മോണ്ടിസോറി നിങ്ങൾ പാരൻസായി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മക്കളെ നമ്മുടെ മോണ്ടിസോറി രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലും ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്, അവരുടെ റൈറ്റിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് സ്കില്ല്, ഗ്രോസ് മോട്ടാർ, ഫൈൻ മോട്ടോർ സ്കിൽസൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ്സിലൂടെ വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അവർ സ്കൂളിൽ പോകുന്നതിനോടൊപ്പം തന്നെ അതേ ഒരു കെയറും അതേ ഒരു പ്രിപ്പറേഷനും അതേ ഒരു ലേണിംഗ് മെത്തേഡും ഒക്കെ വളരെ സിമ്പിളായിട്ട് പാരൻസായ നമുക്ക് എങ്ങനെ മോണ്ടിസോറി വീട്ടിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്നാണ് എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരുപാട് പേര് മോണ്ടിസോറി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മക്കളൊക്കെ പല മോണ്ടിസോറി ഡേ കെയർ, പ്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനോടൊപ്പം സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് വീട്ടിലും അവർക്ക് കൊടുക്കാം കേട്ടോ. അവരുടെ ഹാൻഡ് റൈറ്റിങ്ങും റൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ ലിസണിങ് സ്കില്ലും ഒക്കെ നമുക്ക് ഇതിലൂടെ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ മോണ്ടിസോറി എന്ന് പറയുന്ന ടേം ആ ഒരു ടീച്ചിങ് മെത്തേഡ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അത് ഒരു സിലബസ് എന്നതിലുപരി വളരെ ഷോർട്ട് കട്ട് ലേണിംഗ് ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി അവരെ പല ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആക്ടിവിറ്റീസ് ബേസ്ഡും വളരെ ഫൺ രീതിയിലും അവരെ പഠിപ്പിക്കുന്ന സമയത്ത് അവരത് അതിവേഗം ഉൾക്കൊള്ളും. എന്താണ് ആ ഒരു കാര്യമെന്ന് ഉൾക്കൊള്ളുകയും അതിനോടൊത്ത് നല്ലൊരു ബേസിക്സ് അവർക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്, അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് തുടങ്ങുന്ന കുഞ്ഞു മക്കൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഫസ്റ്റിലേ തന്നെ വളരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് എഴുതിപ്പിക്കാതെ പല ടെക്നിക്സ്, ഷോർട്ട് ടെക്നിക്സും ഫൺ ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് അവരെ ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസ് വളർത്തിയെടുക്കാൻ സാധിക്കുക. അതുപോലെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് അവരെ നമ്മൾ അതിവേഗം എടുക്കുക. അങ്ങനെയൊക്കെ പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ മോണ്ടിസോറിയിൽ. അപ്പോൾ ഒരുപാട് പാരൻസ് മക്കളെങ്ങനെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം, മോണ്ടിസോറി ട്രെയിനിങ്ങിനൊക്കെ വിട്ടതിന് ശേഷവും വീട്ടിൽ വന്ന് അവർ ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വേർഡ്സ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അവരുടെ റൈറ്റിംഗ് സ്കിൽസ്, ഹാൻഡ് റൈറ്റിംഗ് അത്ര ക്ലീൻ ആയിരിക്കില്ല. അവർ ഹാൻഡ് റൈറ്റിംഗ് ഗ്രിപ്പിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ അതിവേഗം നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഡേ ബൈ ഡേ ഓരോ വീഡിയോസായിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നിങ്ങളത് കണ്ടതിന് ശേഷം കുഞ്ഞു മക്കളുള്ളവർ, അത് മിനിമം നമുക്കൊരു മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു പ്രീ KG ലെവൽ മുതൽ ഒരു UKG വരെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ അതിവേഗം ട്രെയിൻഡ് ആകും. പുതിയ പുതിയ എന്ത് കാര്യങ്ങൾ അവരുടെ മുന്നിൽ കിട്ടിയാലും അവരത് ഒബ്സർവ് ചെയ്യാനും അതിവേഗം പഠിച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അതാണ് മോണ്ടിസോറി ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വലിയ വലിയ എക്യുപ്മെൻറ്റ്സോ വലിയ വലിയ ടൂൾസോ ഒന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ നമ്മുടെ ഡെയിലി യൂസിനുള്ള തിങ്സ് വെച്ച് തന്നെ നമുക്ക് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വരുന്ന ഓരോ ക്ലാസ്സസിനും ഓരോ വീഡിയോസും ഞാൻ പാരൻസായി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നമ്മുടെ സ്കൂൾസിനോടൊപ്പം നിങ്ങളൊന്ന് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. അവരത്രയും അവരുടെ ആ ഒരു സ്കില്ല് ഒരുപാട് ഡെവലപ്പാകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മോണ്ടിസോറി ബേസ്ഡ് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കൂ, അതിന് വ്യക്തമായ മറുപടി നൽകാം കേട്ടോ. അപ്പോൾ വരുന്ന ഓരോ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.